ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഞങ്ങളൊരു റോഡ് ട്രിപ്പ് പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കാണിക്കുന്നത്. വേറെ എങ്ങോട്ടുമല്ല, ഞങ്ങളെ ഫ്ലാറ്റിലേക്ക് തന്നെ ചെന്നൈയിലേക്കാണ്. റോഡ് ട്രിപ്പ് ഫ്രം മലപ്പുറം ടു ചെന്നൈ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഏർലി മോർണിംഗ് ഒരു 5 o'clock ഇറങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് സ്പോട്ട് പാലക്കാട്. ഒരു ടീ ബ്രേക്ക്, ഒരു ചായയും ചെറിയൊരു സ്നാക്കും കുടിച്ചിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് നിസ്കരിച്ചിറങ്ങിയതുകൊണ്ട് നമ്മൾ ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ പിന്നെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. മലപ്പുറം, പാലക്കാട്, കോയമ്പത്തൂർ, സേലം, അങ്ങനെയാണ് നമ്മൾ ചെന്നൈ പോകുന്നത്. അപ്പോൾ ഇത് പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ്. ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴുള്ള വീഡിയോസ് കുറച്ച് എടുത്തു വെച്ചതാണ്. ഇങ്ങനെ അത്യാവശ്യം ഒരു ലോങ് ഡ്രൈവ് തന്നെയായിരുന്നു ഇത്. ഓൾമോസ്റ്റ് ഒരു 14 hours ഓഫ് ജേണിയാണ്. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. പിന്നെ മോർ വീഡിയോസ് വരാൻ വേണ്ടിയിട്ടുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മിസ് ചെയ്യാണ്ട് കാണാം. നെക്സ്റ്റ് സ്പോട്ട് നമ്മുടെ സരവണ ഭവൻ ആയിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നമ്മൾ നോർമലി വരുമ്പോൾ ഇതായിരിക്കും നമ്മുടെ ഒരു സ്പോട്ട്. കാരണം ഇവിടെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അതുപോലെ ഒന്ന് ഫ്രഷ് ആവാൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തത്. അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 9:30 ഒക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടെ എത്തിയത്. അപ്പോൾ ഇതാ നമ്മൾ കാറ് ചാർജിങ്ങിലിടുകയാണ്. കാറ് ചാർജിങ്ങിലിട്ട് നമ്മളൊക്കെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫ്രഷായി. ഇവിടെ ഇങ്ങനെ കണ്ടോ, ട്രാവൽ ചെയ്യുന്നവർക്കുള്ള ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കിട്ടും. അതുപോലെ ഇതൊക്കെ അവിടെ സെയിലിനായിട്ടുള്ളതാണ്. ചെടികൾ, അതുപോലെ കുട്ടികൾക്കുള്ള ടോയ്സിൻ്റെ കട ഉണ്ട്, ബാഗ്സ്, അങ്ങനെ കുറേ കടകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഇവിടെ. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് പൂരിയായിരുന്നു. പക്ഷേ ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പൂരിയില്ല. അതുകൊണ്ട് മസാല ദോശയാണ് കിട്ടിയത്. പിന്നെ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കാറിൽ തന്നെ കയറി വീണ്ടും യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ അത്യാവശ്യം ഒരുപാട് യാത്ര ചെയ്തതിന് ശേഷം ഉച്ചക്കുള്ള സ്പോട്ടെത്തി. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു അറേബ്യൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അവിടുന്ന് മന്തിയാണ് ഓർഡർ ചെയ്തത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഏരിയയാണ്. പ്രെയർ റൂമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നിസ്കരിക്കാനൊക്കെ പറ്റി. പിന്നെ ഇതാ ഇവിടെ നമ്മൾ പോകുമ്പോൾ ഒരു ട്രെയിൻ പോകുന്നത് ആ സ്റ്റേഷൻ്റെ അവിടെ നിർത്തിയതാണ്. അപ്പോൾ ഞാൻ ആ ട്രെയിൻ പോകുന്ന നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ കാണാൻ. അപ്പോൾ ഞാനതൊന്ന് ഷൂട്ട് ചെയ്യാണ് ഫോണിൽ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചെന്നപ്പോൾ ഒരു ഗ്രാമത്തിലൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ നമ്മൾ കാറൊക്കെ ഒന്ന് പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയം. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി, പുറത്തൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കി. ഇവിടെ ഇങ്ങനെ ഫുള്ള് വയലാണ്, പാടം, ഈ നെൽകൃഷിൻ്റെ ഒക്കെ ഒരു ഏരിയയാണ് ഇവിടുന്ന് അങ്ങോട്ട്. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി. അതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു പുളീൻ്റെ മരം കണ്ടു. കുറേ പുളി ഉണ്ടായിരുന്നു ഇതിന്മേൽ. അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തപ്പം നന്നായിട്ടൊന്ന് റിലാക്സ്ഡ് ആവാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് കാറിൽ തന്നെ കയറിയിട്ട് പോവാണ്. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ 2 സൈഡിലും വയലേനു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ വയൽ. ഞാൻ ഫുള്ള് ഷൂട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു ഗ്രാമത്തിലൂടെയാണ്. ഒരുപാട് കാഴ്ചകൾ കണ്ടിരുന്നു ഗ്രാമത്തിലെ. അതൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആണെങ്കിൽ വീഡിയോ ലെങ്തി ആവും ചെയ്യും. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് രാത്രി മഗ്‌രിബ് ആവാനായി. നമ്മൾ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്തൊരു സ്പോട്ട് കയറി ഇവിടുന്ന് ഒരു ജ്യൂസ് കുടിച്ചത് നമ്മളെ ഫ്ലാറ്റിലേക്ക് എത്തുകയാണ്. ഇതാണ് നമ്മളെ ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ്. നമ്മളിനി കാറ് പാർക്ക് ചെയ്തിട്ട്
പോവാണ് മുകളിലേക്ക്. 5th ഫ്ലോറിലാണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. ഇനി ഫ്ലാറ്റിലെ വീഡിയോസൊക്കെ ഞാൻ കമ്മിങ് ഡേയ്സിൽ ഇടുന്നതായിരിക്കും, എല്ലാവരും കാണണം. ഇനി വലിയൊരു ടാസ്ക് നമ്മൾ കൊണ്ടുവന്ന ലഗേജ് എല്ലാം മുകളിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല, നല്ല ടയേർഡായിരുന്നു. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ്. തേങ്ങ ഉണ്ട്, അതുപോലെ ഇത് ബീഫാണ്. ഇതൊക്കെ ഉമ്മ പാക്ക് ചെയ്ത് തന്നാണ്. ബീഫ്, അതുപോലെ തേങ്ങ, പിന്നെ പത്തിരി ഉണ്ട്. എനിക്ക് കുറച്ച് ഈസി ആവാനൊക്കെ വേണ്ടിയിട്ട് ഉമ്മ ഉണ്ടാക്കി തന്നാണ്. പിന്നെ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ വീട്ടിൽ മാങ്ങ കൊണ്ടുവന്നു. മാങ്ങ പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഒരു 2-3 പഴുത്ത്, അത് ഞങ്ങൾ മോർണിംഗ് തന്നെ കട്ട് ചെയ്ത് കഴിച്ച്. പിന്നെ ഇതാ ഞാൻ പത്തിരി ചൂടാക്കുകയാണ്. എയർ ഫ്രയറിലാണ് കേട്ടോ പത്തിരി ചൂടാക്കിയത്. അപ്പോൾ അതൊരു 10 മിനിറ്റ്സ് ചൂടാക്കി. പിന്നെ ഞാൻ പാൻ എടുത്ത് അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ബീഫ് ചൂടാക്കാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ പത്തിരി അപ്പോഴേക്കിനും റെഡിയായി വന്നിട്ടുണ്ട്. അങ്ങനെ പത്തിരിയൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് നമ്മൾ താഴെ പോവാണ്. അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടിയിട്ട്. അത് നമ്മളെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ട്, ഒരു ചെറിയൊരു സ്റ്റോറുണ്ട്. നമ്മൾ പുറത്തൊന്നും പോയില്ല, അത്യാവശ്യം ടയേർഡൊക്കെ അല്ലേ. അപ്പം ചെറുതായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ, ഉള്ളി, അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. നമ്മളെ ഫ്ലാറ്റിൽ തന്നെ ഉള്ളിലുള്ളതാണ്, അതുകൊണ്ട് കൂടുതൽ പോവണ്ട. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബേസിക്കായിട്ട് അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ വാങ്ങി, ലൈക്ക് തക്കാളി, ഉള്ളി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. അങ്ങനെ ഉച്ചയ്ക്ക് ഞാൻ ബീഫ് ഉണ്ടല്ലോ, അപ്പം പിന്നെ ഗീ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് ഒരു ഗീ റൈസ് ഉണ്ടാക്കുകയാണ്. അതിനിതാ നമ്മളൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പട്ട, ഏലം ഇതൊക്കെ ഇട്ട്, പിന്നെ ഉള്ളി, കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് ഇതാക്കി. പിന്നെ അതിലേക്ക് ഉള്ളി ഇട്ടു. പിന്നെ അത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് ക്യാരറ്റ് ഇട്ടു. എന്നിട്ട് അതൊന്ന് സോട്ട് ചെയ്തിട്ട് അതിലേക്ക് നോർമൽ പോലെ തന്നെ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഉണ്ടാക്കുന്നത്, കാരണം എല്ലാ പാത്രങ്ങളും ക്ലീൻ ചെയ്തിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഗീ റൈസ് ഉണ്ടാക്കുന്നത്. ബീഫ് ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ പുറത്തുനിന്ന് വാങ്ങണ്ടെന്ന് വിചാരിച്ചു ഫുഡൊക്കെ. അപ്പോൾ ഉപ്പിട്ടു, വെള്ളം ഒഴിച്ചു. അപ്പോൾ വെള്ളം നല്ല തിളച്ച് വന്നപ്പോൾ ഞാൻ നമ്മൾ കഴുകി വെച്ച ഗീ റൈസ് അതിലേക്ക് ഇടുകയാണ്. ഗീ റൈസ് ഇട്ടു. അതുപോലെ പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത്, ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത്, എന്നിട്ട് 1 വിസിലിൽ അത് കുക്കാവും. പിന്നെ നമ്മൾ ബീഫിലേക്കുള്ള ഉള്ളി, അതുപോലെ ടൊമാറ്റോ, ഗ്രീൻ ചില്ലിയൊക്കെ ഇട്ടിട്ട് പൊടികളൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി, പിന്നെ അങ്ങനെ അതിൽ ബീഫൊക്കെ ഇട്ട് കുക്ക് ചെയ്തു. ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫും ഗീ റൈസും റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ തലേ ദിവസം ഫുൾ പുറത്തുനിന്ന് ഫുഡായതുകൊണ്ട് അന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴേക്ക് അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച്. ഇതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറാണ്, ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ അച്ചാറാണ്. അങ്ങനെ പിന്നെ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ കിച്ചണിലേക്ക് വന്നിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി ഉണ്ടായിരുന്നു. അപ്പോൾ അരിയൊക്കെ ഒന്ന് ജസ്റ്റ് അതിൻ്റേതായ പാത്രത്തിൽ വെച്ചു. ഇത് നമ്മൾ ചോറുണ്ടാക്കുന്ന അരിയില്ലേ, മട്ട, അതാണ്, അത് വെച്ചു. പിന്നെ ഞാൻ കൊണ്ടുവന്നത് നമ്മളെ കപ്സ മന്തി റൈസായിരുന്നു. മന്തി റൈസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഇത്. മന്തി റൈസൊക്കെ ഒന്ന് അതുപോലെ ഈ കണ്ടെയ്നറിലാക്കി വെച്ചു. പിന്നെ പച്ചരി, നമ്മൾ അപ്പം
ഒക്കെ ഉണ്ടാക്കുന്ന അരിയില്ലേ, ആ അരി അതാണ് ഈ ഇതിലേക്ക് വെക്കുന്നത്. അപ്പം അതും ഇതിലേക്ക് വെച്ചു. പിന്നെ അതൊക്കെ അതിൻ്റേതായ പാത്രത്തിലേക്കൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരുപാട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വീടൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട്. ഫുൾ മെസ്റ്റപ്പായിട്ട് നിൽക്കുകയാണ്, അൺപാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ബായ്.